സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ അങ്ങയെ പാടി അങ്ങയ്ക്ക് മഹത്വം കരയറ്റുവാൻ ഈ പകൽക്കാലം ഞങ്ങളെ ആലയത്തിലേക്ക് കൂട്ടിവരുത്തിയല്ലോ. അങ്ങയുടെ കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ദൈവകൃപയുടെ വ്യാപാര ശക്തി, സൗഖ്യമാക്കുന്ന വ്യാപാര ശക്തി, വിടുതലിൻ്റെ വ്യാപാര ശക്തി ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ കർത്താവേ. അത് ഓരോ ഉള്ളങ്ങളിലും വ്യാപരിക്കട്ടെ, അത് ഓരോ വ്യക്തികളിലും വ്യാപരിക്കട്ടെ. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും, അത് ഗാന ശുശ്രൂഷയും, സങ്കീർത്തനം വായനയും, പ്രാർത്ഥനയും, കർത്താവേ അതേ തിരുവചന ധ്യാനമെല്ലാം ആത്മാവിന് വലിയ ശക്തിയോടെ വ്യാപരിക്കത്തക്കവണ്ണം എല്ലാം ഇന്ന് പകൽക്കാലം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപയുടെ വ്യാപാര ശക്തി, ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാര ശക്തി ഇന്ന് രാവിലെ സമയം, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എല്ലാവരും അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമേ. അവിടെ കൂടി വന്ന് എല്ലാവരുടെ മേലും ദൈവകൃപ ധാരാളമായി പകരപ്പെട്ടു എന്ന് വായിക്കുന്നത് പോലെ കർത്താവേ പകരപ്പെടുവായി പകൽക്കാലം അങ്ങ് പ്രസാദം തോന്നണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിങ്ങളുടെ ഹൃദ്യമായി ഇടപെടുമല്ലോ. പ്രാർത്ഥിക്കാൻ സ്തോത്രം. ക്രിസ്തുയേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ വന്നിരിക്കാൻ ഒന്നിച്ച് ചേർന്ന് കരങ്ങളൊക്കെ അടിച്ച് ആത്മാവിലുള്ള ആരാധന വന്ന് നിങ്ങൾ നോക്കി നിന്നാൽ സ്റ്റേജിലൊന്നും നടക്കത്തില്ല. അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ തന്നെ ആരാധിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഈ ആത്മീയ അന്തരീക്ഷം വരുന്നത്. അല്ലാതെ നമ്മൾ വ്യക്തികൾക്കൂടെ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കും. അപ്പോൾ ഒരുവനിൽ നിറയുമ്പോൾ മറ്റൊരുവനിലേക്ക് പകരപ്പെടുക. അപ്പം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലനദികൾ ഒഴുകും. ഓരോ വ്യക്തിയിലും ഒരു കവിഞ്ഞൊഴുക്ക് ആവശ്യമാണ്. അത് പാട്ടുകൊണ്ട് വരത്തില്ല, നാം ഒന്നിച്ച് ചേർന്ന് ആരാധിക്കുമ്പോഴാണ് വരുന്നത്. കരങ്ങളൊക്കെ അടിച്ച് ഈ രണ്ട് കൈക്ക് ഇന്ന് ബലമുണ്ടല്ലോ, നാളെ ബലമില്ലെങ്കിൽ എങ്ങനെ ആരാധിക്കും? ഇന്ന് ബലമില്ലയോ? ഇന്ന് ശബ്ദമുണ്ട്, കരത്തിൽ ബലമുണ്ട്, ഡ്രൈവ് ചെയ്ത് വരുവാൻ കർത്താവ് ബലം തന്നു. എല്ലാറ്റിനായും സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കും. കർത്താവ് സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഈ വീണ്ടെടുപ്പിൻ്റെ പകൽക്കാലം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ കർത്താവ് ഒരു അവസരം കൂടെ തന്നല്ലോ. ഈ പ്രഭാതത്തിൽ ദിവസം എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ചിട്ട് ചില ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 48-ാം സങ്കീർത്തനം, സാംസ് 48, 48-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീശ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. ദൈവമേ, നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവിൻ. അടുത്ത വാക്യം ചേർന്ന് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ആരാധന, മഹത്വം കരേറ്റാം. കാരണം ഈ ദൈവം എന്നും നമ്മുടെ ദൈവമാകുന്നു, നമ്മെ ജീവപര്യന്തം വഴി നടത്തും. കൊയറിലുള്ളവരും പോട്ട് കടന്നു വരാൻ അപേക്ഷിക്കുന്നു. അമ്മ 1-ാം വാക്യം പറയുന്നത് നമ്മുടെ ദൈവം അത്യന്തം സ്തുത്യനാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവൻ സ്തുത്യൻ? അവൻ എങ്ങനെയാണ് അവനെ സ്തുതിക്കേണ്ടത്? 9-ാം വാക്യം പറയുന്നു, അവൻ്റെ ദയയെക്കുറിച്ച് ഓർത്ത് അവന് സ്തുതിയും ആരാധനയും പുകഴ്ചയും അർപ്പിക്കണം. നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ദയ, സ്വപുത്രനെ ദാനമായി തന്ന് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് വിശുദ്ധന്മാരുടെ ആലയത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധിയിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് തന്നതാണ്. നമ്മോട് കാണിച്ച ഏറ്റവും
ഏറ്റവും വലിയ ദയ. അതുകൊണ്ട് 10-ാം വാക്യം പറയാണ്, ദൈവമേ നിൻ്റെ നാമം പോലെ നിൻ്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തട്ടെ. ഇന്ന് പകൽക്കാലം ആ നാമത്തിന് തക്ക മഹത്വവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിപ്പാനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ നാമം മാത്രം ഉയർന്നത്, ആ നാമത്തിൽ മാത്രമേ ശക്തിയുള്ളൂ, ആ നാമത്തിലാണ് വിടുതൽ, ആ നാമം മാത്രമാണ് നമ്മെ രക്ഷിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ നാമത്തെ ഇന്ന് പകൽക്കാലം ഉയർത്തുവാൻ, ആ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ആ നാമത്തിന് തക്ക മഹത്വം അർപ്പിപ്പാനാണ് നാം ദൈവസ്ഥനിൽ കടന്നു വന്നതെങ്കിൽ ചില ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ നാമത്തിന് തക്ക മഹത്വം ഇന്ന് പകൽക്കാലം അർപ്പിക്കാം. ആമേൻ. സ്തോത്രം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനതിവാനവനേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനതിവാനവനേശുവിൻ നാമം. യേശുവിൻ മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇമ്പനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതർക്കാലംബദായക നാമം. യേശുവിൻ മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം ഇണയില്ല നാമം, ഇമ്പനാമം. മുഴങ്കാലുകൾ എല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകൾ എല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഓ എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. ഓ പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും
പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം യേശുവിൻ മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം എൻ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം വാനിലും ഭൂവിലും മേലായ നാമം വാനദിവാനവ യേശുവിൻ നാമം വാനിലും ഭൂവിലും മേലായ നാമം വാനദിവാനവ യേശുവിൻ നാമം യേശുവിൻ മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം എൻ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം യേശുവിൻ മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം എൻ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം എൻ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം എൻ യേശുവിൻ നാമം മധുരിമനാമം ഇണയില്ല നാമം ഇമ്പനാമം എത്ര മഹാത്ഭുതമായ നാമം എല്ലാ നാമത്തേക്കാളും മേലായ നാമം അത്ഭുത നാമം രക്ഷിക്കുന്ന നാമം വീണ്ടെടുക്കുന്ന നാമം ഹല്ലേലൂയ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ആ നാമം സകല നാമത്തേക്കാളും മേലായ നാമം എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഏകനാമം എത്ര മഹാത്ഭുതമായ നാമം വീണ്ടെടുപ്പ് നൽകുന്ന നാമം രക്ഷിക്കുന്ന നാമം അങ്ങയുടെ നാമത്തിന് തുല്യമായി വേറെ ഒരു നാമമില്ലല്ലോ അങ്ങേ പോലെ വേറെ ഒരു രക്ഷിതാവില്ലല്ലോ അങ്ങേ പോലെ വേറൊരു കർത്താവില്ലല്ലോ ആരാധനയും സ്തുതിയും ബഹുമാനം മഹത്വം പുകഴ്ചയും മുഴങ്കാലുകൾ മടങ്ങുന്ന ആ നാമത്തിന് നടുവ് മുമ്പിൽ കർത്താവേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആരാധന സ്തുതി ബഹുമാനം മഹത്വം പുകഴ്ചകളെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു ആരാധനയ്ക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും വന്ദനത്തിനും യോഗ്യൻ അങ്ങ് മാത്രമാകിയാൽ സകല നാമത്തേക്കാളും മേലായ നാമമുള്ളവനെ ആരാധന 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 സ്തുതി സ്തോത്രയാങ്ങൾ വന്ദനം പുകഴ്ചകൾ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന പച്ച ആരാധനയ്ക്ക് യോഗ്യൻ അങ്ങ് മാത്രമാകിയാൽ സ്തുതികൾക്ക് പുകഴ്ചയ്ക്ക് യോഗ്യൻ അങ്ങ് മാത്രമാകിയാൽ എല്ലാ ബഹുമാനവും സ്തുതി വന്ദനം സ്തോത്രം പുകഴ്ചകൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം 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 സ്തുതി വന്ദനം സ്തോത്രം പുകഴ്ചകൾ അങ്ങേക്ക് അർപ്പിക്കുന്നപ്പാ മഹത്വത്തിന് യോഗ്യനെ മഹത്വത്തിന് യോഗ്യനെ മഹത്വത്തിന് യോഗ്യനെ ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേ വാഴ്ത്തുന്നു 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 വാഴ്ത്തുന്നപ്പാ മഹത്വം അങ്ങേക്ക് 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 ഹല്ലേലൂയ താങ്ക് യു ജീസസ് ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാവമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം പാവമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം ശ്രീയേശുനാമം നാമത്തിന് ആരാധന സ്തുതി സ്തോത്രങ്ങൾ മഹത്വം പുകഴ്ച അർപ്പിക്കുന്ന കർത്താവേ യേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം
എണ്ണമില്ല പാവം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം. എണ്ണമില്ല പാവം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ പുണ്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ പുണ്യനാമം. ശ്രീയേശു, ആ നാമത്തിന് ആരാധന. ദൈവമേ, ഗണനാമം മാത്രം ഉയർത്തപ്പെടട്ടെ കർത്താവേ. ഗണനാമം ശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവേ. ശ്രീയേശു നാമം അതിശയനാമം. ഏഴേനി ഓ വാനഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. ശ്രീയേശു അതിശയനാമം. ഏഴേനിക്കിമ്പനാമം. ശ്രീയേശു അതിശയനാമം. ഏഴേനിക്കിമ്പനാമം. ഓ എല്ലാ നാമത്തിലും മേലായ നാമം. ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ഓ ശ്രീയേശു അതിശയനാമം. ഏഴേനിക്കിമ്പനാമം. നാമേ ശ്രീയേശു അതിശയനാമം. ഏഴേനിക്കിമ്പനാമം. ഓ ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. നാമേ കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. നാമേ ശ്രീയേശു അതിശയനാമം. ഏഴേനിക്കിമ്പനാമം. നാമേ ശ്രീയേശു നാമം അതിശയനാമം. ഏഴേനിക്കിമ്പനാമം. നാമേ നീതിയോടെ രാജ്യ ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നീതിയോടെ ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗ വരുന്ന നാമം. നാടുവാഴി കേളാം തൻ്റെ സിദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം. നാമേ നാടുവാഴി കേളാം തൻ്റെ സിദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം. നാമേ ശ്രീയേശു സകല നാമത്തിനും മേലായ നാമമുള്ളവനെ, ഞങ്ങളെ രക്ഷിക്കുന്ന നാമം, എല്ലാ നാമത്തെക്കാളും മേലായ നാമമുള്ളവനെ, അങ്ങേ പകൽക്കാലം ആ നാമത്തിന് തക്ക മഹത്വം അർപ്പിക്കുന്ന കർത്താവേ, സ്തുതികൾക്ക് പുകഴ്ചയ്ക്ക് ആരാധനയ്ക്ക് യോഗ്യനങ്ങ് മാത്രമാകയാൽ
ദൂതന്മാർ രാപ്പകൽ ആരാധിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ, 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 യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം യോഗ്യൻ. ആരാധനയ്ക്ക്, സ്തുതികൾക്ക്, പുകഴ്ചയ്ക്ക്, വന്ദനത്തിന്, മഹത്വത്തിന്, ആരാധനയ്ക്ക്, സകല മഹത്വത്തിന് യോഗ്യൻ. ഓ അറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രം. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. ഓ നാമത്തിന് മഹത്വം, ആ നാമത്തിന് ആരാധന, സ്തുതി, പുകഴ്ച, ബഹുമാനം അർപ്പിക്കുന്ന കർത്താവേ. ആരാധന നീ മാത്രം, സ്തുതികൾക്ക് യോഗ്യൻ അങ്ങ് മാത്രം, അങ്ങ് മാത്രം, അങ്ങ് മാത്രം, അങ്ങ് മാത്രം ഉയർത്തപ്പെട്ടവൻ, അങ്ങ് മാത്രം പരിശുദ്ധനാകിയാൽ, അങ്ങ് മാത്രം സർവശക്തനാകിയാൽ, അങ്ങ് മാത്രം വീണ്ടെടുപ്പുകാരനാകിയാൽ. ഓ ആരാധന അർപ്പിക്കുന്ന കർത്താവ്, അങ്ങ് മാത്രം യോഗ്യനാകിയാൽ, അങ്ങ് മാത്രം സർവശക്തനാകിയാൽ, ബഹുമാനം, സ്തുതി, പുകഴ്ച, എല്ലാ വന്ദനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ, അങ്ങയുടെ നാമം ഉയർത്തപ്പെടട്ടെ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവേ. നന്ദി, നന്ദി, നന്ദി യേശുവേ. ആരാധന അങ്ങേക്ക്, സ്തുതി അങ്ങേക്ക്. ആമേൻ, 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 ആമേൻ. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ആരാധനയെ വഹിച്ചുകൊണ്ട് ചന്ദ്രനങ്ങൾ പ്രാർത്ഥിക്കാനായി അപേക്ഷിക്കുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. ദൈവമേ കർത്താവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. ആമേൻ, ആമേൻ, കർത്താവേ ദൈവമേ സ്തോത്രം. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. Thank you, Lord. Thank you. Hallelujah. കർത്താവേ അങ്ങേ വാഴ്ത്തും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവിനെ സ്തുതിക്കാമോ? Hallelujah, hallelujah, hallelujah. Thank you, Jesus. Thank you, Lord. Thank you, Lord. Hallelujah. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ദൈവഭക്തന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സൂമിലും ആലയത്തിലുള്ളവർക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇവിടെ തിങ്ങി നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിനായി അത് അനുഭവിച്ചറിയുന്നവർക്കായി ദൈവത്തെ സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുക.
ദൈവം നമ്മെ കൂട്ടുവരുത്തല്ലോ. കർത്താവിന് സ്തോത്രം. ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബിഫോർ ഐ ഗോ ഫർദർ, ഐ ഇൻവൈറ്റ് അവർ യങ്സ്റ്റേഴ്സ് to come forward and recite the word. Amen. 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 Lifted up, he defeated the grave. Raised to life, our God is able. In his name we overcome. For the Lord our God is able. Lifted up, he defeated the grave. Raised to life, our God is able. In his name we overcome. For the Lord our God is able. 2 Thessalonians 2:15. So then, brothers, stand firm and hold on to the teachings we have passed down to you, whether by word of mouth or by letter. I will lift up my eye to the mountain. Where does my help come from? My help comes from the Lord, the maker of heaven and earth. Psalm 121, verse 1 and 2. I wait for the Lord, and His word I put my hope. Psalms 130, 5. Romans 5, verse 12. Therefore, just as sin entered the world, the one through man, and that through sin, and in this way death came to all men because all sinned. God has not given us a spirit of fear, but of power and of love and of a sound mind. 2 Timothy 1, verse 7. Know that the Lord is God. It is who made us. We are His people. The sheep is pastor. Psalm 400, verse 3. For without faith it is impossible to please him, for he who comes to God must believe that he is, and that he is a rewarder of those who seek him. Hebrews 11, verse 6. Romans 5, verse 12. Therefore sin entered the world through one man, and death through sin. And this way death entered to all men, because all sinned. And the sting of death is sin, and the strength of sin is the law. But thanks be to God who gives us a victory through the Lord Jesus Christ. 1 Corinthians 15, 56 and 57. കണ്ണടയ്ക്കാം. ഷാജുമോൻ ഡാനിയേൽ പ്രാർത്ഥിക്കും. പക്ഷെ ഒന്ന് ഇന്ന് പ്രാർത്ഥിക്കാമോ? സഭയായിട്ട് ദൈവം തന്ന ദാനങ്ങൾ, ഉദരഫലം, ഹല്ലേലൂയ,
കർത്താവ് ആ കുടുംബത്തിനും ദൈവസഭയ്ക്കും തന്നതാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഇന്നത്തെ സങ്കീർത്തന ഭാഗത്ത് മുതലോ തലമുറകളോട് പറയേണ്ടതിന്, അടുത്ത തലമുറയോട് പറയേണ്ടതിന്, ഹല്ലേലൂയ, അവർ ഈ സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി സത്ത വലുത്തുകൊണ്ട് നിൽക്കുവാൻ ഈ കുഞ്ഞു പ്രായത്തിലെ കർത്താവരെ ട്രെയിൻ ചെയ്യേണ്ടതായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ. അവർ പറയുന്ന വാക്യങ്ങൾ ഉൾനട്ട വചനങ്ങളായി തീരുവാൻ, പാപത്തെ വെറുക്കുവാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ. ഹല്ലേലൂയ. ദൈവമായ കുഞ്ഞുങ്ങൾക്ക് സഹായിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സ്തോത്രം. താങ്ക് യു ലോർഡ്. സ്തോത്രം. താങ്ക് യു ലോർഡ്. യേശുവേ. താങ്ക് യു ലോർഡ്. സഹായിക്കണമേ കർത്താവേ. Yes, Lord. Thank you, Jesus. Thank you, Lord. സഹായിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ. ഓ ലോർഡ്. ആമേൻ. താങ്ക് യു. ഒരിക്കൽ കൂടെ സൂമിലും ആലയത്തിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറയാമോ? അപ്പോൾ അങ്ങനെ യഹൂദിയ, ഗലീല, അതെവിടെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, ആക്ട് ചാപ്റ്റർ 9, 31. ശരിയാ, വായിക്കും ശരിയാ. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധനവ് പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. They were multiplied. പെരുകിക്കൊണ്ട് അതുപോലെ നിർത്തിയാൽ അതിന് ടോപ്പിക് ഉണ്ടല്ലേ. എ ചർച്ച്, കഴിഞ്ഞ ആഴ്ചത്തെ ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും? എന്തുവാ? എ ലൈഫ് വിറ്റ്നസ്ഡ് ബൈ ഗോഡ്. ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു ജീവിതം, ദൈവത്തെ സാക്ഷി നിർത്തിയ ഒരു ജീവിതം. അത് ഞാൻ തുടങ്ങി വെച്ചുകൊണ്ട് പകുതി പോലും ആയില്ലായിരുന്നു. ബാക്കി ഞാൻ ദൈവം ഇന്നോ അല്ലെങ്കിൽ ഈ ദിവസമുള്ള മീറ്റിങ്ങിൽ സംസാരിക്കുന്നതായിരിക്കും. ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു ജീവിതം. ദൈവം പറയണം നമ്മൾ ആരാണ്. മനുഷ്യർ സർട്ടിഫിക്കറ്റിന് യാതൊരു വിലയുമില്ല. അവരെ ഏത് സമയത്തും കീറിക്കളയാം. ദൈവം പറഞ്ഞാൽ പറഞ്ഞത്, എഴുതിയാൽ സ്തോത്രം. ഇന്ന് ഇവിടെ ഈ വേദഭാഗം വായിച്ചപ്പോൾ എ ചർച്ച്, കഴിഞ്ഞ ആഴ്ച ഒരു ജീവിതമായി, ഇതിപ്പോൾ എന്തുവാ? ഒരു സഭ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയണം. സംഘടന പറഞ്ഞാൽ പോരാ, ലീഡേഴ്സ് പറഞ്ഞാൽ പോരാ, ഇതിൽ അധിവസിക്കുന്ന ആത്മാവ് പറയണം. ആ സഭ എന്ത് ചെയ്യുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. താങ്ക് യു മോനെ, ഇത് മാറ്റിയാൽ. ആ സഭയെ മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിലെ സഭയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മരുഭൂമിയിലെ സഭയാണ്. സഭയെന്ന് പറഞ്ഞാൽ ദൈവം കൂട്ടിച്ചേർത്ത ഒരു കൂട്ടം, പ്രത്യേക ഉദ്ദേശത്തോടെ.
ദൈവം പഴയ നിയമത്തിലും സഭയെ സ്ഥാപിച്ചത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഏതാ സഭ? ഇസ്രായേൽ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു, പാപത്തെ ദോഷിച്ചു. ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ അവിടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആ വ്യക്തിയെ അങ്ങോട്ട് മാറ്റിയിട്ട് വേറൊരു വ്യക്തിയെ കൊണ്ടുവരാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. പഴും ശൂന്യവുമായി തീർന്ന ഭൂമി എന്ന് വായിക്കുന്നില്ലേ? ആ ആദ്യത്തെ ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴുണ്ടായതാ. അത് കേടായി പോയപ്പോൾ ഈ ദൈവത്തിന് അതിന്മേൽ പണിയേണ്ട ആവശ്യമൊന്നുമില്ല. വേറൊന്ന് അതേ ശബ്ദം പറഞ്ഞ വേറൊന്നുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി. ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവമല്ല. അവനൊന്ന് പറഞ്ഞാൽ അതിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ പലപ്പോഴും കേടുപാട് വന്നിട്ടും അവൻ ഉള്ളങ്കയിൽ വെച്ച് നമ്മെ വീണ്ടും പണിതില്ലേ? അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയതും ചിന്തിച്ചതും നടന്നതും എടുത്തതും എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, അവൻ കയ്യിൽ നിന്ന് നമ്മൾ എടുത്ത് കളയാതിരുന്നത് കൊണ്ടാണ്. യിരെമ്യാവ് 18 പറഞ്ഞു, ഹീ മെയ്ഡ് ഇറ്റ് അഗെയിൻ. ഹീ മെയ്ഡ് ഇറ്റ് അഗെയിൻ. ഇംഗ്ലീഷ് അങ്ങനെ ഹീ മെയ്ഡ് ഇറ്റ് അഗെയിൻ. സ്തോത്രം. അപ്പം അങ്ങനെ ഭൂമി ഫലപ്രദമാക്കിയതുപോലെ മാനവജാതിയെ ഉദ്ധരിക്കുവാൻ വേണ്ടി അന്നേ പ്ലാൻ ചെയ്തു. അതിനാണ് ഒരു മൃഗത്തെ അറുത്ത തോൽ കൊണ്ട് ഉടുപ്പിച്ചത്. യാഗം അതിൻ്റെ ആരംഭമാണ്. സ്തോത്രം. മുൻപോട്ട് പോയി ഈ ദൈവം ജീവിക്കും ദൈവമെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ. ഞാൻ പലപ്പോഴും പറയാണ്ട്, എന്തിനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ടു റിഫ്ലക്ട് ഹിസ് ഇമേജ് ഓൺ ദിസ് എർത്ത്. ദൈവത്തിൻ്റെ ഇമേജ് റിഫ്ലക്റ്റ് ചെയ്യുവാൻ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ സാദൃശ്യം സൃഷ്ടിച്ചത്. വേറെ ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല. സ്തോത്രം. ഹനുമാനെ സൃഷ്ടിച്ചിട്ടില്ല, ആരെയും സൃഷ്ടിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നാൽ ആ മനുഷ്യൻ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച ദൈവത്തിൻ്റെ പ്ലാനിന് വ്യത്യാസമില്ല കേട്ടോ. ദൈവം വീണ്ടും ഉദ്ധരിച്ചെടുക്കും. അങ്ങനെ ദൈവം വിചാരിച്ചു ഓരോ വ്യക്തികളെ മാറ്റി നിർത്തിയിട്ട് അവരിൽ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തിയിൽ കൂടെ ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയണം. അങ്ങനെയാണ് നോഹ, ഹാനോക്ക്, പിന്നീട് അബ്രഹാം, ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വലായിട്ട് തിരഞ്ഞെടുത്തത്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും നോക്കണം, ജലപ്രളയ സമയത്ത് എഴുതിയിരിക്കുന്നത് ജനം മുഴുവനും അതിക്രമവും പാപവും ചെയ്തു. പാപം പെരുകി പെരുകി. ഈ 5, 4, 5, 6 അധ്യായമായേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്തുവായി? പാപം. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യം എനിക്ക്, എന്നാൽ നോഹയ്ക്ക്. എന്തിനാ എന്നാൽ വെച്ചത്? അവിടെ എല്ലാം നശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആരെങ്കിലും ഒരാളെങ്കിലും ദൈവം മാറ്റി നിർത്തും. അല്പമായൊരു ശേഷിപ്പ്. സ്തോത്രം. അതിനുശേഷം മുൻപോട്ട് വന്നു അനേകരും. ദൈവം ഓരോരുത്തരെ എടുക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ജനം പുറകോട്ടൊക്കെ പോവുക. പാപവും അതിക്രമവും പ്രിയപ്പെട്ടു. ദൈവം വിചാരിച്ചു ഞാനൊരു കൂട്ടത്തെ മാറ്റാൻ പോവുക. ആ ജനത്തിൻ്റെ പേരാ ഇന്നുകൊണ്ട് ആ ജനം ഇസ്രായേൽ, യഹൂദൻ. അബ്രഹാമിനെ വിളിച്ചതിൻ്റെ ഉദ്ദേശം അതാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ ഓരോരുത്തരെ ദൈവം വിളിക്കുമ്പോൾ അതാതിൻ്റെ നിലയിലാണ്. ഓർക്കുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി 8, 9, 10. 8-ാം അധ്യായത്തിൽ ഒരു ഷണ്ണൻ്റെ വിടുതല. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് ഒരു ഫിലിപ്പോസിനെയാ. 10-ാം അധ്യായത്തിൽ ഒരു കൊർന്നല്യോസിൻ്റെ വിടുതല. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് പത്രോസിനെ. 9-ാം അധ്യായത്തിലോ ഒരു പൗലോസിൻ്റെ വിടുതല. അവനെ സ്പെഷ്യലായിട്ട് ദൈവം വിളിച്ചതാ. അതിന് ക്രിസ്തു തന്നെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവിക പ്ലാൻ പ്രകാരമുള്ളവരെ ദൈവം അങ്ങോട്ട് ഡയറക്റ്റ് സംസാരിക്കും. അങ്ങനെയുള്ളവരായിരിക്കട്ടെ നമ്മൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് മറ്റുള്ളവരെ വിളിച്ചത്. കൃപ ലഭിച്ചു എന്നൊക്കെ എഴുതിയിരിക്കുമ്പോഴും അബ്രഹാമിനെ വിളിച്ച കാര്യം പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിൽ. കഴിഞ്ഞ ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞതാണ്. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന സ്തേഫാനോസ് പ്രസംഗിക്കുന്നത് തേജോമയനായ ദൈവം. എന്താ കാര്യം?
അവന് പ്രത്യേക പർപ്പസിലുള്ള വ്യക്തിയായതുകൊണ്ട് ആ നിലയിലാണ് ദൈവം അവനെ വിളിച്ചത്. ഇന്ന് പകൽക്കാലം ദൂത് ഞാൻ പറയുന്നത് നമ്മളും അതേ കാറ്റഗറിയാണ്. പ്രത്യേക പർപ്പസോടെ ദൈവം വിളിച്ചതാണെങ്കിൽ അതനുസരിച്ച് വെളിപ്പാട് തന്നാണ് വിളിച്ചത്. വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? നമ്മളാരും ചുമ്മാതെ ഇറങ്ങി പുറപ്പെട്ടു വന്നില്ല. ആരാണ്ട് ദൂത് പറഞ്ഞു അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയൊന്നുമല്ല. ഇതിനകത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച് ഒരു നല്ല ദൈവത്തെ കണ്ടുകൊണ്ടിറങ്ങിയതാ. സ്തോത്രം. തേജോമയനായി ദൈവത്തെ കണ്ടു. അതാ പുറപ്പാട്. ഗോഡ് ഓഫ് ഗ്ലോറി, തേജോമയനായ ദൈവം. അതുപോലെ വേറൊരു ദൈവമില്ല. ദൈവങ്ങളുടെ വീട്ടിലായി നിൽക്കുന്ന പുള്ളി. ഞാനങ്ങ് വിചാരിക്കുക കേട്ടോ, ഞാനങ്ങ് വിചാരിക്കുക, അതൊന്നും ബൈബിളൊന്നുമില്ല. ഈ വായുണ്ടെങ്കിലും സംസാരിക്കത്തില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കത്തില്ല, മൂക്കുണ്ടെങ്കിലും മണക്കത്തില്ല, കാലുണ്ടെങ്കിലും നടക്കത്തില്ല, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കത്തില്ല. ഈ ദൈവത്തെ ഉണ്ടാക്കി അപ്പനും വയ്ക്കും മോനും കൂടെ പോകും. പക്ഷെ ഉള്ളിൽ കാണും കർത്താവ്, ഇതാണോ ജീവിക്കുന്ന ദൈവം? ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം. ചോദ്യത്തിന് മറുപടി തരാഞ്ഞാൽ സ്തോത്രം. നന്നായിരിക്കും, നല്ല സാക്ഷ്യമാണ്. ഞാൻ ഉടനെ എടുത്ത് നോക്കി, അപ്പം വേണ്ട എസക്കേൽ എഴുതിയിട്ടുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ചോദ്യമാണ്. അതിന് മറുപടി നീ അറിയുന്നു. അപ്പോൾ ആ ചോദ്യം തിരിച്ചാൽ കൊടുക്കുന്നല്ല അർത്ഥം. നമുക്കറിയാൻ മയത്തൊന്നും എഴുതണ്ട, എല്ലാം അറിയാവുന്ന ഒരുവൻ കൂടെയുണ്ട്. ഒരു നല്ല ചോദ്യം പറയാമോ? നമ്മുടെയൊക്കെ ഭാവം കണ്ട് അവനേക്കാൾ കൂടുതൽ നമുക്കറിയാവുന്ന ഇഷ്ടത്തില്ല. അങ്ങനെ ആരെയും കണ്ടുണ്ടോ ബൈബിളിൽ? ഉണ്ടെന്നേ. യോന പോട്ടെ, അത് പുതിയമല്ലോ. ഇതൊക്കെ ആരും നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലയോ? ലൂക്കോസ് 24. ഈയിടെ ഇവിടെ നടന്നു, ഈ പട്ടണത്തിൽ നടന്നു, നസ്രയൻ എന്ന് പേരുള്ള ഒരുത്തനുണ്ടായിരുന്നേ. ഞങ്ങളൊക്കെ വിചാരിച്ചു അവനായിരിക്കും മസിഹ എന്ന്. പക്ഷേ എന്തോ ചെയ്യാനാ, ഞങ്ങളുടെ ആശയെല്ലാം പോയി. നീ മാത്രമേ ഒന്നും അറിഞ്ഞില്ലേ? ആരോടാ പറയുന്നേ? പറഞ്ഞു മനസ്സിലായോ? ആരോടാ പറയുന്നത്? എല്ലാം അറിയാവുന്നവരോടാ പറയുന്നത്. ചിലർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. എന്തുവാ, ആരുടെ ഭാര്യയാണെന്ന് ചോദിച്ചേ? അറിയത്തില്ലയോ? കൈൻ്റെ ഭാര്യ ആരെന്ന് ചോദിച്ചോണ്ടില്ലയോ? എന്തോ ഇത് വെല്ലോൻ്റെ ഭാര്യ അതിട്ട് എന്തോ എടുക്കാനാണ്? നമ്മുടെ ഉള്ളതിന് അറിയാൻ സമയമില്ല. പിന്നെ ലോത്തിൻ്റെ ഭാര്യ ഓർത്ത് കൊടുത്തതിൽ ബാക്കിയില്ലയോ? ഉള്ളതിനെ ഓർക്കാൻ സമയമില്ല, ലോത്തിൻ്റെ കൂടെ ഓർക്കാൻ. പറഞ്ഞു മനസ്സിലായോ? അപ്പം നാം എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ചോദ്യമുണ്ട്. ചോദ്യത്തിന് മറുപടിയൊന്നും അബ്രഹാമോട് ദൈവം പറഞ്ഞില്ല. നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ തേജോമയനായ ദൈവമാണ്. നിന്റെ ചോദ്യത്തിനെല്ലാം മറുപടി ഞാൻ പറയട്ടെ. എൻ്റെ ചോദ്യത്തിനെല്ലാം മറുപടി ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്, അവൻ വരുമ്പോൾ. അത് മതി. പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒത്തിരി ചോദ്യമുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് എൻ്റെ ഭവനത്തിൽ മാത്രം? എന്തുകൊണ്ടാണ് ഇങ്ങനെയാകുന്നത്? മറ്റുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ചോദ്യം എപ്പോഴും ഉള്ളതാ. ഹല്ലേലൂയ. ആരും അറിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ആരോട് പറയും? ആരോടും പറഞ്ഞാൽ അവരുടെ വിഷയം പിന്നെ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഉള്ളതോടെ പോവും. എല്ലാം അറിയാവുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇന്നയോളം വന്നത് കേട്ടോ. അങ്ങ് വരെ പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. തേജോമയനായ ദൈവം, അവനിൽ കൂടെ ദൈവം ഒരു ജാതിയെ പുറപ്പെടുവിക്കുവാനുള്ളതുകൊണ്ട് അതനുസരിച്ചാണ് കോളിങ്. തേജോമയനായ ദൈവം. അടുത്ത എന്തുവായിരുന്നു? അത്യുന്നതനായ ദൈവം. പിന്നെന്തുവായിരുന്നു? സർവശക്തനായ ദൈവം. അടുത്ത എന്തുവായിരുന്നു? നിത്യനായ ദൈവം. എന്തിനാ? നിന്നിൽ കൂടെ ഒരു സഭ. പഴയ നിയമത്തിലെ മരുഭൂമിയിലെ സഭ. ആ സഭയ്ക്ക് ദൈവം ചെയ്തപോലെ നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കാമോ? അത് തിരിച്ചറിയാൻ ഞാൻ പിന്നെ പറയാം. ആ ചെങ്കടലെവിടെ നമ്മൾ കണ്ടുകൊണ്ട് വിഭജിക്കുന്നത്? ഞങ്ങൾ ചെങ്കൽ കണ്ടുണ്ട്, പക്ഷെ വിഭജിക്കുന്നത് കണ്ടില്ല. ഒന്നും അറിയണ്ട, രാവിലെ എഴുന്നേറ്റ് മേളിൽ നിന്ന് പൊഴിയുന്നത് പറിക്കാൻ മതിയെന്ന്. സ്തോത്രം.
ഇതൊക്കെ ആയിട്ടും 2 പേരേ ചെന്നുള്ളൂ. മരുഭൂമിയിലെ സഭ, പുതിയ നിയമസഭ. പ്രൈസ് ദി ലോർഡ്. പിറുപിറുത്തിട്ടുമുണ്ട്, പിന്മാറ്റത്തിനും പോയിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് നിലനിൽക്കുന്നില്ലേ? എന്താ കാര്യം എന്നറിയാമോ? നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവനാണെന്ന് യാത്ര പുറപ്പെടുവിച്ചത്. ചെങ്കടൽ വിഭജിച്ച് കണ്ടില്ലെങ്കിലും, വേറെ ഒരു അത്ഭുതം കണ്ടില്ലെങ്കിലും വലിയൊരു അത്ഭുതം നടന്നു. എന്തുവാ? ഞാൻ അവൻ്റെ മകനായി തീർന്നു. ദൈവ ഭവനത്തിൽ എന്നെ കൊണ്ടുവന്നു. എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, എനിക്ക് അവകാശമുണ്ട്, എനിക്കൊരു പൗരത്വമുണ്ട്, എനിക്കൊരു സ്വർഗമുണ്ട്. Praise the Lord. അങ്ങനെയാണ് ഈ ഭൂമി നിൽക്കുമ്പോൾ മറ്റുള്ള ഉണ്ടാകിയ ഒരു മാതൃകയുള്ള സഭയായിരിക്കണം. ഇന്നും ഇത് തീർക്കാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ പിന്നെ സംസാരിച്ചോളാം. മാതൃകയുള്ള സഭ ഒന്നും വായിക്കാമോ? അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ മതി സഭയ്ക്ക് സമാധാനം. ഞാൻ പറയട്ടെ, സഭയുടെ ആരംഭം പെന്തിക്കോസ് നാളിലാണ്. അതായത് ഇന്ന് രാത്രി ഞാനൊരു മീറ്റിങ്ങിന് പോയി, അവിടെ പറഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെ, എനിക്ക് വർഷം ഇഷ്ടപ്പെട്ടു. പെന്തിക്കോസ് പോകുമ്പോൾ ഒത്തിരി കാര്യം ഉണ്ടായിരുന്നു. പ്രസംഗം ഉണ്ടായിരുന്നു, വെളിപ്പാടുണ്ടായിരുന്നു, ദർശനമുണ്ടായിരുന്നു, ഇല്ലയോ? പ്രാർത്ഥന ഉണ്ടായിരുന്നില്ലയോ? ഇന്ന് നിങ്ങൾ ഈ വണ്ണം ദർശനം കണ്ടില്ലയോ? റെവലേഷൻ കിട്ടിയില്ലയോ? നീ തന്നെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇതെല്ലാം ഉണ്ടായിരുന്നു പെന്തിക്കോസിന് മുമ്പ്. പെന്തിക്കോസിന് പിന്നുള്ള ഒരനുഭവമാണ് പെന്തിക്കോസിന്റെ അനുഭവം, ഇറങ്ങി വന്ന അനുഭവം. അത് പഴയ നിയമത്തിലില്ല, ആക്സ് 2 വരെയില്ല. അതെന്താണോ? ആത്മനിറവിൻ്റെ അനുഭവം. ഒരു നന്നായിട്ട് സ്വതന്ത്രം പറഞ്ഞേ, ആത്മനിറവ്. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചയല്ല, ഒത്തിരി നാളുകളായി ബുധനാഴ്ച ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ അത് എന്താന്ന്? ആത്മനിറവിൻ ജീവിതം. ഇവിടെ ഉണ്ട്, ആ ഭാഗത്തോട്ട് വരിക ഞാൻ. ആത്മനിറവ്, ആത്മാവിന് നിറവിലുള്ള ആരാധന, ആത്മാവിന് നിറവിലുള്ള പെന്തിക്കോസ്. പെന്തിക്കോസ് ചർച്ചിൻ്റെ ഒരു സഭ ഇല്ല ബൈബിളിൽ കേട്ടോ. സഭ ഒന്നേ ഉള്ളൂ. ഇത് പെന്തിക്കോസിന്റെ അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ആക്സ് 2 മുൻപ് അന്യഭാഷയില്ല. ഹലോ, ആക്സ് 2 തുടങ്ങി അന്യഭാഷ. താങ്ക് ഗോഡ് ഫോർ സം ഫാമിലീസ്. ബ്രദറൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും പെന്തിക്കോസ് ചർച്ചിലാണ് വരുന്നത്. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? അവർ ഡൽഹി നാട്ടിൽ സ്ഥാപിച്ച സഭ വരെ പെന്തിക്കോസ് സഭയാണ്. ഒരു സ്വതന്ത്രം പറയാമോ? പക്ഷേ ഇന്ന് പെന്തിക്കോസ് ബ്രദറല്ല, ബാപ്റ്റിസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അയ്യോ, അഭിനന്ദിക്കുന്നവരെ അഭിനന്ദിക്കണം. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? ഇത് ഇമ്മാനുവേൽ പെന്തിക്കോസ് ചർച്ച, ഇത് ഇമ്മാനുവേൽ മർത്തോമ ചർച്ച അല്ല. ഇവിടെ ഉണ്ട് വേറെ, അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഞാനെങ്കിൽ പറയട്ടെ, ഇമ്മാനുവേൽ പെന്തിക്കോസ് ചർച്ചിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അഭിഷേകം പ്രാപിച്ചൊരു ഇമ്മാനുവേൽ മർത്തോമ ചർച്ചിലുണ്ട്. ഉണ്ടെന്നേ. ഒരു കാലമുണ്ടായിരുന്നു, അച്ഛനൊക്കെ അറിയാം, പാരൻസ് താല്പര്യപ്പെടും അഭിഷേകം പ്രാപിക്കാൻ. കാത്തിരിപ്പ് യോഗം, ഉണർവ് യോഗക്കാര്, രാത്രി പ്രാർത്ഥന, ആരാധന, ദേശത്ത് ഒരു പെന്തിക്കോസ് ഉണ്ടെന്ന് അറിയുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ കരഞ്ഞ് വന്ന് പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ ഭാഷ എൻ്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ പ്രാപിക്കണമെങ്കിൽ അപ്പൻ ആദ്യം പ്രാപിക്കണ്ടായോ? അതിനുവേണ്ടി കൂടെയാണ് അടുത്ത ആഴ്ച എന്ത് വെച്ചിരിക്കുന്നത്? നിങ്ങൾക്കറിയത്തില്ല. ഈ ചർച്ചിലെ യങ്സ്റ്റേഴ്സ് ചിലർ എന്നോട് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഒരാത്മീയ ആരാധനയ്ക്കൊണ്ട് ഞങ്ങൾ കൊതിക്കുന്നു. അവരിപ്പോൾ ഇവിടെ ഇല്ലാവുന്ന ഞങ്ങൾ പബ്ലിക്ക് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പാരൻസിനോട് പറയാം, നമ്മളിൽ ഇതാരംഭിച്ചില്ലെങ്കിൽ ചില നാളുകൾ കർത്താവ് വരാൻ താമസിച്ചാൽ പെന്തിക്കോസ്തിൻ്റെ തീ കെട്ടുപോകും. ഞാൻ ഈ സഭയോട് പറയാൻ എനിക്ക് അധികാരമുള്ളതുകൊണ്ട് പറയുക, കെടുത്തിക്കളയരുത്. വചനം ആവശ്യമാണ്. പുതിയ നിയമസഭ തിരുവഴുത്തുകളെയും ദൈവശക്തി രണ്ടും രണ്ടാ. തിരുവഴുത്തിൽ ശക്തിയുണ്ട്, പക്ഷേ തിരുവഴുത്തിലെ ദൈവശക്തി നല്ല എഴുതിയിരിക്കുന്നത് തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതിരിക്കരുത്. കേവലം അന്യഭാഷയല്ല എൻ്റെ വിഷയം, അങ്ങ് ചിന്തിക്കാതിരിക്കണം. പക്ഷെ പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞിട്ട് എവിടെല്ലാം ആത്മപകർച്ച ഉണ്ടായോ അവിടെ പ്രത്യക്ഷമായിട്ട് അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വതന്ത്രം പറയണേ, വിശ്വസിക്കുന്ന സ്വതന്ത്രം പറയണം. ഉണ്ടെന്നേ, ഉണ്ട്. നമുക്ക് വചനത്തിലില്ലാത്തൊന്നും പറയരുത്. അങ്ങനെ പറയുന്ന സഭയല്ലിത്. ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്ത് നാൾ 120 പേര്. അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ഇത് ആര് പറഞ്ഞ? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയില്ലെങ്കിൽ മറ്റേ വ്യക്തി വരത്തില്ല. ആരാത്? കാര്യസ്ഥൻ. എന്നെ പോലെ ഈ ജഡമായി വന്ന ഞാൻ നിങ്ങളുടെ മധ്യേ 30 വർഷം ഒരു മനുഷ്യൻ നിലയിൽ പാപം കൂടാതെ ജീവിക്കാമെന്ന് തെളിയിച്ചു. അപ്പൻ്റെ മക്കളിൽ മൂത്ത മകനായി അപ്പനോടുകൂടെ ആശാരിപ്പണി ചെയ്ത് പാപമില്ലാതെ കേവലം മനുഷ്യനായി ജീവിക്കാമെന്ന് തെളിയിച്ചതിന് ശേഷം പുത്രൻ നിലയിൽ അടുത്ത 3.5 വർഷം ശുശ്രൂഷ ചെയ്തു. സ്തോത്രം. അവസാനം ചോദിക്കുക, നിങ്ങളിൽ ഗവൺമെന്റ് പോലും പറഞ്ഞ് ഇവൻ ഭാവി അല്ലെന്ന്, പിന്നെ എന്തിനാ ക്രൂശിച്ചെന്ന് അവർക്ക് പോലും അറിയത്തില്ല, സ്വർഗത്തിനറിയാം. അപ്പോൾ അങ്ങനെ ആ ക്രിസ്തു ഞാൻ പറഞ്ഞു വന്നത്, ആ അടുത്ത കാര്യസ്ഥൻ വന്നു. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. കാര്യസ്ഥൻ വരാൻ കാത്തിരിക്കണം. കാത്തിരുന്നോ? എങ്ങനാ? ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞോളാം, ഇനി ഒരാഴ്ച ഉണ്ടല്ലോ. ഈ ആത്മാവിനും നിറവും അന്യഭാഷയൊക്കെ പറയണമെങ്കിലേ ഇങ്ങനെ വടിപോലെ നിന്നാലൊന്നും പറ്റത്തില്ല. ഇതെവിടെയിട്ട് ഉപകാരപ്പെടുമെന്ന് അറിയാമോ? ഈ അത്യന്ത ശക്തി മൺകൂടാരങ്ങൾ വരുമ്പോൾ ഇതങ്ങോട്ട് വഹിക്കാൻ പറ്റത്തില്ലെന്നേ. നിങ്ങൾക്കറിയാമോ, പത്രോസ് എഴുന്നേറ്റ് പറയുക, നിങ്ങൾ ഇവനുണ്ടല്ലോ, ഈ വീഞ്ഞ് കുടിച്ചവരൊന്നും അല്ല, പക്ഷേ യോവേൽ പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാകുക. സ്തോത്രം. എന്നിട്ട് പറയുകയാണേ, നിങ്ങൾ ഈ കാണുകയും എന്തോ കണ്ടു എന്തോ കേട്ടു. നമ്മളിങ്ങനെ പാട്ടും പാടുക, പ്രാർത്ഥന, എന്തെങ്കിലും പാട്ട് പാടുന്നാലും കാണണ്ട, പാട്ട് പാടുന്നാലും കേൾക്കും വേണ്ട. ഹലോ, അതൊരു കോമൺ തിങ്. നിങ്ങൾ കണ്ടു ആത്മകോ വന്നത് ശരീരത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതിന് അർത്ഥമല്ലേ?
പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഉള്ളിലും ആത്മീയ സന്തോഷമുണ്ടാകും. ഉണ്ടാവുമോ ഇല്ലയോ? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. കഴിഞ്ഞ ദിവസം കർത്താവ് ലിജി ഭാഷ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. എവിടാ ഈ പുള്ളി ഇരിക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് നിറയപ്പെട്ടു, ആത്മാവ് പ്രാപിച്ചു എന്ന് പറയുന്നവന് അവൻ ദൈവത്തിന് സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ മുഖം പാടി ഇരിക്കത്തില്ല, കൈ അനക്കാതിരിക്കത്തില്ല, ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് ഇനി കരങ്ങൾ അടിച്ചു കെട്ടാൻ സൂക്ഷിക്കും. അതാ കണ്ടത്. അവരുടെ ശരീരത്തിൽ പോലും ആത്മശക്തി വെളിപ്പെടുന്ന കണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കരങ്ങളെ അടിക്കും, കരങ്ങളൊക്കെ എടുത്ത് പറയുന്നത് ദൈവത്തെ ആസ്വദിക്കും, നാവ് കൊണ്ട് സംസാരിക്കും. പിന്നെ കേട്ടത് എന്തുവാ? കേട്ടതാ. ഇതെന്തോ ഞങ്ങൾക്ക് അറിയുന്നത് ദൈവത്തിന് വൻകാര്യങ്ങളെ പറയുന്നെന്ന്. കേൾക്കാനുമുണ്ട്, കാണാനുമുണ്ട്. പത്രോസ് ഫിലിപ്പോസിന്റെ അടുത്ത് ചെന്നു. അവിടെ സഭയുണ്ടായി ചെറുത്, കുറച്ച് പേര് വിശ്വാസിച്ചു. 8-ാം അധ്യായത്തിലുണ്ട്. സോറി, അത് ശബരി ഫിലിപ്പോ. ഇനി 8:14 വായിച്ചേ. ഒരു പേജ് ഇപ്പുറത്താ. അന്ന് വരെ അവരുടെ ആരുടെ മേൽ, 7 പേരാ, ഫിലിപ്പോസ് മുഖാന്തരം രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റു. സ്നാനമേറ്റോട് മേൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുക. അന്ന് വരെ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അടുത്തത് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇത് ഇമ്പാർട്ടേഷനാ. ദൈവം ദൈവദാസന്മാരെയും ദൈവമക്കളെയും അതിനോട് നിയോഗിച്ചാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പൊ ലഭിച്ചു. അടുത്തത് അതെങ്ങനെയാ കണ്ടത്? എന്തെങ്കിലും വ്യത്യാസം കണ്ടില്ലേ? സ്നാനപ്പെട്ട വ്യക്തിയിൽ വേറൊരു വ്യത്യാസം ആര് കണ്ടു? ശിമോൻ കണ്ടു. അന്നേരം എനിക്കും അതെ. അപ്പൊ സംതിങ് സ്പെഷ്യൽ ഈസ് ഗോയിങ് ഓൺ. സാധാരണ അനുഭവത്തിൽ നിന്ന് അടുത്ത ഒരു ലെവലിലേക്ക് സഭ വ്യക്തി മാറ്റപ്പെട്ടു എന്ന് അവൻ കണ്ടു. എൻ്റെ ആദായത്തെക്കാൾ നല്ലതായിരുന്നു അവന് തോന്നി. അന്നേരം മേടിക്കാൻ തോന്നിയത്. വല്ലതും തോന്നണമെങ്കിൽ വല്ലതും കണ്ടല്ലേ? ആണോ? ഒരു ക്ലോസ് ഔട്ട് ചെയ്യാൻ പോകുന്നൊരു ബിസിനസ് വേറൊരു നല്ല ബിസിനസ് കണ്ടപ്പം പുള്ളി എന്ത് ചെയ്തു? ഇത് വിറ്റിട്ട് അത് മേടിക്കത്തില്ലേ? അതാ പണി. പക്ഷെ അവൻ്റെ ഉദ്ദേശം തെറ്റായി പോയെന്നേ ഉള്ളൂ. ദൈവത്തോട് ഇത് പറ്റത്തില്ലെന്നേ ഉള്ളൂ. എൻ്റെ ഇന്നത്തെയും സമയം കഴിഞ്ഞു. എന്താന്ന് പറ, ഇങ്ങനെയൊക്കെ ആയാലും എങ്ങനെ ചെയ്തു? സ്വത്രം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞെടുത്ത 1-2 കാര്യം. അപ്പോൾ നമ്മളിവിടെ വായിച്ചത് യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളൊക്കെയും സഭയ്ക്ക് സമാധാനം. ഇന്ന് സഭയ്ക്ക് എന്തില്ല? മതി, അത്ര മതി. പ്രൈസ് ദി ലോർഡ്. കുറഞ്ഞപ്പെട്ട സമാധാനമുണ്ടല്ലോ. ദൈവമക്കളെ, ദൈവസഭയിൽ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായാൽ, അതിനുവേണ്ടി ഒരു മനസ്സോടെ സഭ ഒരുങ്ങിയാൽ, നമ്മൾ ചിന്തിക്കാതെ ആത്മാക്കൾ സഭയിൽ വരും. വിശ്വസിക്കുന്ന ആരെങ്കിലും അതിനുവേണ്ടി ഈ സഭയെ ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളും അത് തന്നെ താല്പര്യപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബിൽഡിങ് വലുതാ, ഇങ്ങ് പോരെന്ന് ഞങ്ങൾ വിളിക്കുന്ന കൂട്ടത്തിലല്ല. നമുക്കങ്ങനെ ഒരു പേരും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറയാമോ? പക്ഷേ സഭ പെരുകണം. 120 പോരാ, 5120 വേണം. അതുപോരാ,
അല്ല, ആദ്യം 3720. 3120. അടുത്തത് 8120. 5000 കാർഡ് ചെയ്തു. പിന്നെ ദൈവം ചെയ്യുമോ? വിശ്വസിച്ചാൽ ചെയ്യും. ഇനി അതിന് എന്ത് ചെയ്യണമെന്ന് ഞാൻ അടുത്ത ദിവസങ്ങൾ പറയാം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ വായിച്ചു വിടാം. അതിന് ഒന്ന്, ആത്മീയ വർധനവ് വേണം. എന്തോ വേണം? ആത്മാവിന് നിറവുള്ള സഭയായിരിക്കണം. ആത്മീയ വർധനവോടുകൂടി ദൈവത്തെ ആരാധിച്ചാൽ പരിശുദ്ധാത്മാവ് സഭയെ കയ്യിലെടുക്കും. അത്ഭുതങ്ങൾ. ഞാൻ ഒരു ആത്മവർദ്ധന ഒരു വാക്യം വായിച്ചുകൊണ്ട് മാത്രം ആരാധിക്കാൻ പോകുന്നത്. പിള്ളേർ വന്നില്ലല്ലോ, വരട്ടെ. 1 Corinthians 14:26 വായിച്ചേ. ആദ്യം യൂദായുടെ ലേഖനം 20 വാക്യം ഒന്ന് വായിച്ചേ. എല്ലാവർക്കും അറിയാം. Jude 20. ആ ആ അപ്പോൾ ആർക്ക് വരുത്തേണ്ടത്? നമ്മൾ. ഒരു സുഖമില്ല. ഇന്ന് ജെയ്സൻ്റെ പാട്ട് ശരിയായില്ല. ഇന്ന് ശരിക്കും ആരാധിക്കാൻ പറ്റിയില്ല. ജെയ്സൻ്റെ കുഴപ്പമാണെന്നോ? ക്ഷമിക്കണേ, അല്ലാതെ വേറെ ആരും പറയാൻ പറ്റത്തില്ല. ജെയ്സൻ്റെ കുഴപ്പമാണെന്നോ? നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്. ജെയ്സണിൽ കൂടെ എനിക്ക് തന്നെ ആത്മീയവർദ്ധന വരുന്നതാണ് വാക്യം. നിങ്ങൾക്ക് തന്നെ. ഇനി അടുത്തത്, ആത്മീയ വർദ്ധനവ് ഉള്ള സഭ എങ്ങനെയാണെന്നറിയാമോ? 1 Corinthians 14:26. 1 Corinthians chapter 14 verse 21. നിങ്ങൾ കൂടി വരുമ്പോൾ, സഹോദരന്മാരെ, EPCയിലെ വിശ്വാസികളെ, നിങ്ങൾ കൂടി വരുമ്പോൾ കീർത്തനമാ. 150 സങ്കീർത്തനമല്ലത്, കീർത്തനം, പാട്ട്. അടുത്തത് ഉപദേശമുണ്ട്. ഇവിടെ ഉപദേശം പറയുന്ന സഭയാ. അടുത്തത് വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ദൈവാത്മാവ് ദൂത് പറയും സഭയിൽ, പ്രവചന പറയും. നല്ലതുള്ളത് കൊണ്ടല്ലേ നല്ലതില്ലാത്തതിനെ മനസ്സിലാക്കുന്നത്. അതിന് വിവേചനപരം സഭയിൽ കാണണം. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിൻ്റെ ആലോചന അറിഞ്ഞിട്ട് അങ്ങനെയുള്ള ദൂതും വെളിപ്പാടും എൻകറേജ് ചെയ്യുന്ന സഭയല്ലിത്. ദൈവാത്മാർ ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ ഏറ്റെടുക്കാൻ സന്നദ്ധതയുള്ള സഭയാണ്. താങ്ക് യു അമ്മാമേ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രവചനമുണ്ട്, അന്യഭാഷയുണ്ട്. താഴോട്ട് വായിക്കാമോ? എന്തോ ഇരിക്കുന്നത് മക്കളെ? വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമല്ലയോ? അല്ലെ ഞാൻ മുമ്പേ നിർത്തിയേനെ. വെളിപ്പാടുണ്ട്. എന്തോ വെളിപ്പാട്? റെവലേഷൻ. നിനക്കെന്താ, നീ എന്തുവാ പറയുന്നത് ഞങ്ങളെപ്പറ്റി? നിങ്ങളെന്തുവാ അതിനെ പറ്റി പറയുന്നത്? നീ അല്ല, നിങ്ങളെന്താണ് പറയുന്നത്? നീ ജീവിക്കുന്നേ ദൈവത്തിൽ. അത് റെവലേഷനാണ്. ആരാധിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആരാന്നുള്ള വെളിപ്പാട് വേണം. 12 പേർ കൂടെ നടക്കുക, വലിയ വെളിപ്പാടൊന്നും ഇല്ലെങ്കിലും ഒരുത്തം പറയുക, നീ ആരാന്ന് എനിക്കറിയാം. നമ്മൾ ആരാധനയ്ക്ക് കൊണ്ട് ആലയത്തുള്ളിൽ കിടക്കുമ്പോൾ ആരാ എവിടെ ഉള്ളെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ. വെളിപ്പാടുണ്ട്. പിന്നെ അന്യഭാഷ ഉണ്ടെന്നേ. ഈ പൗലോസ് എന്നാ അന്യഭാഷ പറഞ്ഞ് എന്നാ പ്രാപിച്ചേ? ആത്മപൂർണനാകാൻ പറഞ്ഞ് എന്ത് ചെയ്തു? അനന്യാസ് തല കേൾപ്പിച്ചു. അവിടെ അന്യഭാഷ പറഞ്ഞൊന്നും എഴുതിയിട്ടില്ല. പരിശുദ്ധാത്മ. പക്ഷേ മുമ്പോട്ട് പറയുവാണ് മറുപടി, നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതാണ്. ഒരു നല്ല സ്തോത്രം പറയാമോ? ഇത് നിന്നു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇത് വേണമെന്ന്, ഞാൻ പെന്തിക്കോസ് കുടുംബം ജനിച്ച ആളാണ്.
ഇതിനോട് ഏറ്റവും വൈരാഗ്യമായിരുന്നു. ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണമെന്ന് താല്പര്യം വന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഉപവസിച്ചു. ആരുമില്ലാതെ ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കൃപാവരത്തോടുകൂടി അന്ന് കർത്താവ് അഭിഷേകം പോയി. ഇന്ന് വരെ നിന്നു പോയിട്ടില്ല. ഒരു സഹോദരൻ പറയാമോ? നമുക്കൊന്ന് എഴുതാം. എഴുന്നേക്കാം. ബാക്കി നാം സംസാരിച്ചോളാം പിന്നീട്. ആദ്യ നൂറ്റാണ്ടിലെ